പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയൊരു ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകാത്ത നിലയിൽ വലിയ തോതിലുള്ള ജനങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉരുൾപൊട്ടലിന് നമ്മൾ കേരളീയർ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 200-നടുത്തേക്ക് 175-ലധികം ആയി മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നിരന്തരം ചാനലുകളിലൂടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങൾ കണ്ട് നമ്മളാകെ ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ കേരളീയർ കുറച്ച് ദിവസമായി നിൽക്കുന്നത്, ജൂലൈ 30 മുതൽ. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ഈ ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിരിക്കുന്നു എന്നും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ വളരെ ഉദാരമായി സംഭാവന ചെയ്യണം എന്നുമാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലാണത് പറയുന്നത് കേട്ടത്. സുഹൃത്തുക്കളെ, അത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. അതായത് 2007 കനേഡിയക്കാരിയായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തക, അവരുടെ പേര് നയോമി ക്ലീൻ എന്നാണ്. നയോമി ക്ലീൻ അവർ 2007 ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് ദ ഷോക്ക് ഡോക്ട്രിൻ, ദ റൈസ് ഓഫ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്നാണ്. ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, അതായത് ദുരന്ത മൂലധനം എന്ന് പറയാം. ഷോക്ക് ഡോക്ട്രിൻ, ഷോക്ക് ഡോക്ട്രിൻ വെച്ചാൽ ഷോക്കിലൂടെ ഉണ്ടാകുന്ന ഡോക്ട്രിൻ, ദി റൈസ് ഓഫ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, ദുരന്ത മൂലധനത്തിൻ്റെ വളർച്ച. ഇതായിരുന്നു അവരുടെ ആ പുസ്തകത്തിൻ്റെ തലവാചകം. അത് യഥാർത്ഥത്തിൽ അവരെ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, ഈ വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട നയങ്ങൾ ഉണ്ടാക്കുന്നതിനായി ദേശീയ ദുരന്തത്തെ ചൂഷണം ചെയ്യുന്നു. അതായത് ദേശീയ ദുരന്തത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ വിവാദപരവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമായ നയങ്ങൾ ആവിഷ്കരിക്കാം. അതായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെ തിരിച്ചു. അത് യഥാർത്ഥത്തിൽ ഇറാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെഴുതിയത്. അവർ പറയുന്നത് ഈ സ്വതന്ത്ര വിപണിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ മൂലധന അധിഷ്ഠിതമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇറാഖ് യുദ്ധം എന്നുള്ളതായിരുന്നു അവരുടെ ആ പുസ്തകത്തിലെ അതിൻ്റെ പ്രതിപാദ്യ വിഷയം. അതായത് ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. അത് ഈ ചോദ്യം ചെയ്യപ്പെടേണ്ടതും വിവാദപരമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നുള്ളതായിരുന്നു ആ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, ഈ കേരള മുഖ്യമന്ത്രി ഇപ്പോൾ വയനാടുണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ആയിട്ടുള്ള ഈ ദുരിതാശ്വാസ നിധി രൂപീകരണവും അതിലേക്ക് ഉദാരമായിട്ടുള്ള സംഭാവനകളും ആവശ്യപ്പെടുന്നത് കണ്ടപ്പോൾ ഈ നയോമി ക്ലീൻ എന്ന് പറയുന്ന ആ വനിത ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് എഴുതിയ ആ പുസ്തകം ആണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വന്നത്. അതായത് ദ ഷോക്ക് ഡോക്ട്രിൻ, ദ റൈസ് ഓഫ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ പുസ്തകമാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. സുഹൃത്തുക്കളെ, വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ ആ ദുരന്തത്തിൽ മരിച്ചവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഏകോപനത്തോടുകൂടി നിന്ന് അത് ചെയ്യുകയും അതിലൂടെ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം നടത്തുന്ന സമയത്ത് ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയാണെന്നും അതിലൂടെ അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു ദുരൂഹത നമ്മൾ കണ്ടാൽ അതിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്തുകൊണ്ടാണ് നമ്മൾ അതിലൊരു ദുരൂഹത കാണുന്നത്? 2018 ഒരു മഹാപ്രളയം ഇവിടെ ഉണ്ടായി. ആ മഹാപ്രളയം ഉണ്ടായ സമയത്ത് ഒരു ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി രൂപീകരിച്ചിരുന്നു. നമുക്കോർമ്മയുണ്ട്, ആ പ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പത്രസമ്മേളനങ്ങളിലുമൊക്കെ തന്നെ ഇങ്ങനെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിട്ടുണ്ട്, അതിലോട്ട് ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ദൈനംദിനമൊക്കെ അദ്ദേഹം പറയുമായിരുന്നു.
പക്ഷേ അത് നടന്ന് എല്ലാം കഴിഞ്ഞ് പണമെല്ലാം സമാഹരിച്ച് കഴിഞ്ഞ് കൊല്ലങ്ങൾ പലത് കഴിഞ്ഞിട്ടും എത്ര കോടി രൂപ ആ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാഹരിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴെങ്കിലും പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? വന്നിട്ടുണ്ടോ? ഇല്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഞാനിന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീമൻ ഹരിദാസുണ്ട്. അദ്ദേഹം ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം എനിക്ക് അതിൻ്റെ ഒരു വാർത്ത എനിക്ക് അയച്ചു തരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചെലവഴിച്ച തുക അറിയാൻ 36,550 രൂപ. അതാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു പേപ്പർ കട്ടിങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചെലവഴിച്ച തുക അറിയാൻ 36,550 രൂപ. അതിൽ പറയുകയാണ്, വിവരാവകാശ പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭിക്കാൻ നൽകേണ്ടത് 36,550 രൂപ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് MK ഹരിദാസ് നൽകിയ അപേക്ഷകൾക്ക് വിവിധ കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസുകളും നൽകിയ മറുപടിയിലാണ് വിവരം നൽകാൻ ഇത്രയും തുക കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നീക്കിയിരിപ്പുള്ള തുകയും വ്യക്തിഗത ധനസഹായം സംബന്ധിച്ച വിവരങ്ങളും ആവശ്യപ്പെട്ടാണ് ഹരിദാസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. 2008 മാർച്ച് 31 വരെ 10,69,93,215 രൂപ ദുരിതാശ്വാസ നിധിയിൽ നീക്കിയിരിപ്പുണ്ടെന്ന് ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായിട്ടുള്ള രാജപ്പൻ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ വ്യക്തിഗത സഹായം സംബന്ധിച്ച വിശദാംശങ്ങൾ വകുപ്പിൽ ലഭ്യമല്ലെന്നായിരുന്നു മറുപടി. തുടർന്ന് കളക്ടറേറ്റുകളിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും ലഭിച്ച അറിയിപ്പ് പ്രകാരമാണ് വിവരം ലഭിക്കാൻ 36,550 രൂപ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ നൽകിയ തുകയുടെ കണക്കുകളും നൽകിയ വ്യക്തിയുടെ വിവരങ്ങളുമാണ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഏപ്രിൽ 5 നൽകിയ അപേക്ഷ 30 ദിവസത്തിനകം മറുപടി നൽകണം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ 36,000 രൂപ വിവിധ കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസ്. എന്നാൽ പൊന്നാനി താലൂക്ക് ഓഫീസ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 4,72,00,000 രൂപ ധനസഹായം നൽകിയതായി അറിയിച്ചു. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യക്തികൾ എത്ര സഹായം നൽകി എന്നതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ വിശദാംശങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ 36,550 രൂപ കൊടുക്കണമെന്നാണ് സർക്കാർ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പുകളെ കുറിച്ചിട്ട് നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടു സുഹൃത്തുക്കളെ. ആ പ്രളയ ദുരിതാശ്വാസം സംബന്ധിച്ച് നമ്മൾ കേട്ട വാർത്തകളിൽ എന്തായിരുന്നു? ഒരു വാർത്ത പ്രളയ ഫണ്ട് കോഴിക്കച്ചവടത്തിന് പാവങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയത് കോഴി ഫാം, ആർഭാട ജീവിതവും ലക്ഷ്യം. കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. CPM പ്രാദേശിക നേതാക്കളടക്കം ഉൾപ്പെട്ട പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പ് കോഴിക്കച്ചവടത്തിന് വേണ്ടിയെന്ന് കണ്ടെത്തൽ. തട്ടിപ്പ് പ്രതികളായ കളക്ടറേറ്റ് ജീവനക്കാരൻ വിഷ്ണുപ്രസാദും സുഹൃത്തും ചേർന്ന് പൊള്ളാച്ചിയിൽ കോഴി ഫാം വാങ്ങിയതായും ഇതിൻ്റെ ബാക്കിപ്പണം നൽകാനാണ് തട്ടിപ്പ് നടത്തിയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ആ വാർത്ത. ഇതിനു പുറമെ ആർഭാട ജീവിതവും പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നു. എറണാകുളം കളക്ടറേറ്റിലെ സെക്ഷൻ ക്ലർക്കായ വിഷ്ണുപ്രസാദാണ് സുഹൃത്തായ ഇവരോടൊപ്പം ചേർന്ന് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 10,54,000 രൂപയാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് മാറിയത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വ്യക്തികൾ കൊടുത്തിട്ടുള്ള പണം എത്രയാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നില്ലെന്ന് മാത്രമല്ല, വിവരങ്ങൾ കിട്ടണമെങ്കിൽ തന്നെ 36,550 രൂപ കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൻ്റെ ഒരു വാർത്തയാണ് ഞാൻ വായിച്ചത്. അതുപോലെ എത്ര വാർത്തകൾ നമ്മൾ കണ്ടു. അതിഭീകരമായിട്ടുള്ള തട്ടിപ്പ് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടാത്ത സുഹൃത്തുക്കളെ? ഇഷ്ടം പോലെ വാർത്തകളല്ലേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വാർത്തകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ടിരുന്നു. ഞാനത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അതായത് CMDRFിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. ദുരിതാശ്വാസ ഫണ്ട് ക്രമക്കേട്, സംഘടിത കുറ്റകൃത്യങ്ങളും ഏജന്റന്മാരുടെയും പങ്ക് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സ്ഥിരീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസ് കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്.
പിണറായി സർക്കാരിന് വലിയ നാണക്കേടായി ദുരിതാശ്വാസ നിധി തട്ടിപ്പ് വിവാദം, പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് വകുപ്പ് തല അന്വേഷണത്തിന് റിപ്പോർട്ടിൽ നടപടിയില്ല. അപ്പോൾ ആ നിലയിൽ എത്രയെത്ര വാർത്തകളാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നത്. അതിൻ്റെ ഒരു കണക്കുകളും ഇന്ന് പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ല. ആ തട്ടിപ്പിൽ CPM-ൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ചിട്ട് ഇനി എന്താണ് നമ്മൾ പറയാനുള്ളത് സുഹൃത്തുക്കളെ? അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും അപ്പം അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ലോകായുക്തയിൽ നടന്ന കേസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ വിവരങ്ങൾ ചോദിച്ച വിവരാവകാശ പ്രവർത്തകനോട് ആ വിവരം തരണമെങ്കിൽ പോലും 36,550 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ദുരന്തത്തിൽ മരിച്ചവർ ഇനി കണ്ടുപിടിക്കാണ്ടിരിക്കുന്നവർ അവരെയൊക്കെ ഒരുമിച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്ത് നിന്ന് അവരെയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ആവേശം ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാക്കി അതിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിലാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ 2007 ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയോമി ക്ലീൻ എഴുതിയ പുസ്തകത്തിനെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. സുഹൃത്തുക്കളെ, ഇത് ഈ പറഞ്ഞതുപോലെ ദുരൂഹമാണ് എന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ഇപ്പോഴത്തെ മുൻഗണന അതാണോ? അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത് എന്നത് സംബന്ധിച്ചിട്ട് അതിൻ്റെ തെളിവാണ് ഈ ദുരിതാശ്വാസ നിധിയുടെയും ഉദാരമായ സംഭാവനകളുടെയും പ്രഖ്യാപനം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവർ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ എത്രത്തോളം സഹകരിക്കുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണണം. എന്തായാലും ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ പുതിയ ദുരിതാശ്വാസ നിധി പ്രഖ്യാപനത്തെ തുറന്ന മനസ്സോടെയല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നത് എനിക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ നിധിയുടെ വിജയം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നേ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.